ഹായ് മച്ചന്മാരെ, ഞാനിങ്ങനെ തലശ്ശേരിയിൽ വന്നപ്പോൾ ഇന്ന് കടൽ കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കടപ്പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. അതാണ് അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. പിന്നെ പാവപ്പെട്ട നമ്മളെ മത്സ്യത്തൊഴിലാളികൾ അവരെ ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ മീനും കല്ലുമ്മക്കായും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് അവരെ ബോട്ടും കാര്യങ്ങളൊക്കെ വലയെല്ലാം സെറ്റപ്പാക്കി ഇങ്ങനെ വെക്കലാണ്. അടുത്ത വൈകുന്നേരമോ നാളെയോ എന്നറിയില്ല, ഇനി പോകുന്ന എപ്പോൾ എന്നറിയില്ല. ഇങ്ങനെ എല്ലാം കൂടി സെറ്റപ്പാക്കി വെക്കല ഇവർ. അപ്പം ഞാൻ ഇതിന് മുമ്പ് രാവിലെ എത്തി ഇവിടെ വന്നപ്പോൾ പിന്നെ കല്ലുമ്മക്കായും മീനും ഒക്കെ കൊണ്ടുവന്ന് കണ്ടു. ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ രാവിലെയൊക്കെ ചായ ഒന്ന് കുടിക്കാണ്ടായിരുന്നു വന്നത്. അപ്പോൾ ഹോട്ടലിൽ പോയി ചായ എല്ലാം കുടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നത്. ഇത് കണ്ടോ, ഇതാ ഒരുപാട് ബോട്ടുണ്ട് ഇവിടെ. ഒരുപാട് ബോട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫൈബർ വെള്ളം മീനും കല്ലുമ്മക്കായെല്ലാം എടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ അവർ പല സെറ്റപ്പാക്കി വെക്കലാണ്. നാളത്തേക്കില്ലേ വൈകുന്നേരം പോകുമെന്നറിയില്ല, അല്ല നാളെ പോകുമെന്നറിയില്ല. ഇതുണ്ടോ, ഇതെവിടെ ഇങ്ങനെ സെറ്റപ്പാക്കി വെക്കുന്നത്. ഇതുണ്ടോ, ഒരുപാട് വള്ളങ്ങൾ, കുഞ്ഞു വള്ളങ്ങൾ. ഇവരാണ് നമ്മളെ പ്രളയകാലത്തൊക്കെ ഒരുപാട് സഹായവും സഹകരണവും കിട്ടിയ, നമുക്ക് ഈ പ്രളയത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് സഹകരണവും പിന്നെ സഹായം കിട്ടിയ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവർ ഉപജീവനപരമായ വള്ളവും ഫൈബർ വള്ളവും പിന്നെ വലയുമാണ് കെട്ടി വെച്ചിട്ടുള്ളത്. ഇതുണ്ടോ അവർ താഴേന്ന് ബോട്ട് കരക്കടുപ്പിക്കേണ്ട പരിപാടിയാണ്. ഭയങ്കര വെയിലാണ് അവിടെ. അവരൊക്കെ സമ്മതിക്കണം, ദിവസം ഇങ്ങനെ വന്നിട്ട് കഷ്ടപ്പെടുന്നില്ലേ. ഇതാ കടൽ കണ്ടോ, വിശാലമായ. ഇവിടുന്ന് കൂടുതലും കല്ലുമ്മക്കായി കൊണ്ടുവരുന്നത് കണ്ടോ കേട്ടോ, ഞാൻ കണ്ടത്. ഇതുണ്ടോ, കുറേ പാറകളൊക്കെ ഉണ്ട് ഇവിടെ കടലിൻ്റെ സൈഡിലെല്ലാം ഉള്ളോട്ട്. കണ്ടോ, അങ്ങനെ കണ്ടോ, സൂം ചെയ്ത് കാണിച്ചത്. പാറ കംപ്ലീറ്റ് ഇവിടെ. ഇതാ എടുത്തു കൊണ്ടുവരുന്ന വെള്ളം ഇതേപോലെയാണ് എടുത്തു കൊണ്ടുവരുക. അതിൽ ഇതായില്ല കല്ലുമ്മക്കായി ഉണ്ടോ. ഭയങ്കര വെയിറ്റാന്ന് തോന്നുന്നു ഇത് എടുത്ത് കൊണ്ടുവന്ന്. ഓക്കെ മച്ചന്മാരെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. ഓക്കെ, ബൈ.